ആത്മഹത്യ ചെയ്യുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് കേരള ജനത മാപ്പ് തരില്ല. കേരള ജനത മാപ്പ് തരില്ല. എല്ലാവരും കൂടെ പോകണ്ട. അത് ഇവിടെ കൊടുത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5 മാസമായി സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഒരാൾ കിട്ടപാറ സ്വദേശിയായ കണക്കെടുത്തിട്ടുണ്ടല്ലോ. ഈ 5 മാസമായി തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയത് ഈ ആത്മഹത്യ ചെയ്ത സംഭവം സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നത്. കാരണം സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. മരുന്ന് മേടിക്കാൻ പണമില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ ഭിന്നശേഷിക്കാരായ ആളുകൾ, വിധവകൾ, അഗതികൾ, പ്രായമായ വൃദ്ധരായ ആളുകൾ ഇവരെല്ലാവരും പ്രയാസപ്പെടുകയാണ്. സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സർക്കാരിന്റെ മുൻഗണനയിൽ ഈ 5 മാസം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത് പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടിൽ അവരിപ്പോഴും കേരളീയത്തെ കുറിച്ചും നവകേരള സദസ്സിനെ കുറിച്ചും സംസാരിച്ചു. സർക്കാരിന്റെ മുൻഗണന ആർഭാടവും ധൂർത്തുമാണ്. പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു പോവുകയാണ്. ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. രൂക്ഷമായ പ്രശ്നങ്ങൾ ഇനിയും ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ ഒരു പ്രതിസന്ധി പാവപ്പെട്ട മനുഷ്യർക്കുണ്ടായിരിക്കുന്നു. സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നിട്ട് പഴയ കാര്യങ്ങൾ പറയുകയാണ്. അതും ഞങ്ങൾ വളരെ വ്യക്തമായ മറുപടി കൊടുക്കും. ഇവർ കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ്. അത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ തെളിവുകൾ നിരത്തി ഇന്ന് നിയമസഭയിൽ പി.സി. വിശ്വനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഞങ്ങൾ പറഞ്ഞു. ഈ ഗവൺമെന്റിന് ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ മറുപടിയിലൂടെ 2014 നവംബർ ഡിസംബർ മാസത്തിലും 2015 ജനുവരി മാസത്തിലുമാണ് 3 മാസമാണ് ഇത് മുടങ്ങിയത്. അത് എന്തുകൊണ്ടാണ് മുടങ്ങാൻ കാര്യം? അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആക്കി അത് മാറ്റിയപ്പോഴുണ്ടായ സാങ്കേതിക തടസ്സം മാത്രമായിരുന്നു. ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം കൊടുക്കാൻ പറ്റിയില്ല, സാങ്കേതിക തകരാറോട്. അല്ലാതെ ഒരു മാസത്തെ പെൻഷൻ പോലും ആ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്ന് ഈ സർക്കാരിലെ മന്ത്രിമാർ തന്ന തെളിവുകളും 2016 തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ പുറത്തിറക്കിയ ധവളപത്രവും പിന്നീട് ഐസക് തന്നെ നൽകിയ മറുപടികളും കൊണ്ട് കൃത്യമായി കഴിഞ്ഞ കുറെ നാളുകളായി ഒരു നരേറ്റീവ് പച്ചക്കള്ളം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം മുടങ്ങിയത് എന്ന് കേരളം മുഴുവൻ വ്യാപകമായി ഈപൽസ്യം രീതിയിൽ പ്രചരണം നടത്തിയത് ഒളിഞ്ഞു പാളീസായി. ഇപ്പൊ മന്ത്രി ആത്മഹത്യ ചെയ്ത ജോസഫിനെ അപമാനിക്കുക കൂടിയാണ് ചെയ്തത്. അയാൾ പെൻഷൻ കിട്ടാത്തതുകൊണ്ടല്ല മരിച്ചതെന്ന് മന്ത്രി പറയാം. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറയുന്നത്? അയാൾ 15 ദിവസം മുമ്പ് പഞ്ചായത്തിന് കത്ത് കൊടുത്തു, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ. ഭിന്നശേഷിക്കാരനാണ്, ഭാര്യ മരിച്ചുപോയി, ഇയാൾക്ക് സ്ട്രോക്ക് വന്നതാണ്, മകൾ ഭിന്നശേഷിക്കാരിയാണ്, ഒരു അഗതി മന്ദിരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവിടെയും പണം കൊടുക്കണം. അപ്പൊ അയാൾക്കുള്ള ആകെയുള്ള വരുമാനം ഇതാണ്. 50 സെന്റ് സ്ഥലത്തിനാണ് പട്ടയം ഇന്നാണ്, കൃഷി ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് ജംഗ്ഷനിലെത്തി ഒരു ചായ കുടിക്കണമെങ്കിൽ 80 രൂപ മുതൽ 120 രൂപ വരെ കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷയ്ക്ക് പോവാൻ ഒരു നിവർത്തിയുമില്ലാത്ത പാവം മരിക്കാൻ നേരത്ത് ഒരു കുറിപ്പടിയിൽ, മരുന്നിന്റെ കുറിപ്പടിയിൽ മരിക്കാനുള്ള കാരണം സർക്കാരാണെന്ന് എഴുതി വെച്ചു. അത് പോലീസ് എടുത്ത് വാങ്ങി. മന്ത്രി പറയുന്നത് പോലീസ് അന്വേഷിക്കുക. ഒരാൾ ആത്മഹത്യ ചെയ്തത് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെ അവഹേളിക്കുന്ന രീതിയിൽ മന്ത്രി നിയമസഭയിൽ സംസാരിക്കുക. അടിമാലിയിലെ മറിയക്കുട്ടി മറിയച്ചെടുത്തി വിശ്വാപാത്രവുമായി തെരുവിലിറക്കിയപ്പോൾ അവര് ഭയങ്കര സമ്പന്നയാണ് എന്ന് പറഞ്ഞ് CPM സൈബർ ഗുണ്ടകൾ അവരെ ആക്രമിച്ചു. അവസാനം ദേശാഭിമാനി പത്രത്തിലടക്കം അവരോട് മാപ്പ് പറയേണ്ടി വന്നു. ചക്കിട്ടപാറയിൽ ആത്മഹത്യ ചെയ്ത പെൻഷൻ കിട്ടാത്തതുകൊണ്ട് വളരെ ഡിസംബറിൽ പെൻഷൻ കൊടുത്തെന്നാ പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഡിസംബറിൽ കൊടുത്തത്, ഓഗസ്റ്റിലെ പെൻഷൻ. മനസ്സിലായില്ലേ? അപ്പോ
സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 5 മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല. ഡിസംബറിൽ പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് ഡിസംബറിലെ പെൻഷനാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മന്ത്രി പറയാം. അത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഡിസംബറിൽ കൊടുക്കുന്നത്. 5 മാസം തുടർച്ചയായി പെൻഷൻ കിട്ടിയിട്ടില്ല. എത്രമാത്രം കടമാണ് പലർക്കിടയിൽ കടം. മരുന്ന് മെഡിക്കൽ ഷോപ്പില് കടം, എവിടെ പോയാലും കടം. ആളുകളെ അപമാനിക്കും. കുറെ നാൾ 5 മാസമൊക്കെയായി ആ കടകളിൽ കടം കൊടുക്കാതിരുന്ന ആളുകൾ ചോദിക്കില്ല, അവർക്കും ഈ പൈസ വേണ്ടേ? അങ്ങനെ ആളുകൾ അപമാനത്താൽ തലകുണിച്ചുകൊണ്ടാണ് ഈ 19 ലക്ഷം പേർ കേരളത്തിൽ നടക്കുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണ്? ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാണ്? സർക്കാരിന്റെ മുൻഗണന ഏതാണ്? ഏതാണ്? പാവപ്പെട്ട 50 ലക്ഷം പേർക്ക് മുടങ്ങിക്കിടക്കുന്ന 5 മാസക്കാലത്തെ പെൻഷൻ കൊടുക്കുകയാണോ? കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കാനില്ല, അത് കൊടുക്കുകയാണോ? അതോ ഈ തുലാവർഷക്കാലത്ത് ഇവിടെ മഴ പെയ്ത് കിടക്കുമ്പോൾ കേരളീയം നടത്തി നവകേരള സദസ് നടത്തി ആ 60 ലക്ഷം രൂപയുടെ സ്റ്റേജ് ആയിട്ട് പൈസയില്ലാത്ത മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ കോടിക്കണക്കിന് രൂപയാണ് പല കാര്യങ്ങൾക്കും ശ്രീ വിശ്വനാഥോടെ സൂചിപ്പിച്ചു. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ ധൂർത്തിനും അഴിമതിക്കും കയ്യിൽ പണമുള്ള സർക്കാർ കേരളത്തിലെ ഏറ്റവും പാവങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഈ ജോസഫ് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ടാണ്. പഞ്ചായത്ത് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ട ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്നത്. അതാണ് അത് തൊഴിലുറപ്പ് പദ്ധതി പണം കൊടുത്തിട്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ഒരാൾ? അപ്പൊ അയാൾ മുന്നറിയിപ്പ് കൊടുത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇനി ഇത്തരം ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർക്കാരിന്റെ ഈ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിന്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ കാണുന്നത്. മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുക. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. കാരണം ഇത് കേരളത്തിലെ 50 ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതിനൊരു പരിഹാരം ഇല്ലാതെ സഭയിൽ ഇരിക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത്. അവർക്കത് നേടിയെടുക്കുന്നത് വരെ അവർക്ക് ആ പെൻഷൻ കൊടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.